രാധേശ്യാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പഠിക്കുന്നവരും പാരായണം ചെയ്യുന്നവരും ഒക്കെ ചൊല്ലേണ്ടുന്നതായ ധ്യാന ശ്ലോകങ്ങൾ, അതിലെ 3 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അനുസ്മരിച്ചത്. 4, 5, 6 അടുത്ത 3 ധ്യാന ശ്ലോകങ്ങളാണ് ഇന്ന് പറയുന്നത്. ഈ ധ്യാന ശ്ലോകങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൽ 2ാമത്തെ അധ്യായത്തിൽ 2, 3, 4 എന്ന ക്രമത്തിൽ വരുന്ന ശ്ലോകങ്ങളാണ്. ഇവിടെ ശ്രീമദ് ഭാഗവതം കഥ പറയുന്നത് സൂത പൗരാണികനാണ് ശൗനകാദി മഹർഷിമാരോട്. അപ്പോൾ അദ്ദേഹം ശൗനകാദികൾക്ക് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് തൻ്റെ ഗുരുനാഥനായ ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങളാണ്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം. ഏതൊരുവനെ നമസ്കരിക്കുന്നു എന്നാണെങ്കിൽ പ്രവ്രജന്തം, സന്യസിച്ച് സഞ്ചരിക്കുന്ന ഒരാളാണ്. അതായത് ഒന്നിനോടും ബന്ധമില്ലാതെ ആദ്യമേ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ച ഒരാൾ. അനുഭേദം, ഉപനയനാദികൾ ചെയ്യാത്ത ഒരാൾ. ഉപനയനാദികൾ ചെയ്തു കഴിഞ്ഞാൽ സന്ധ്യാവന്ദനം മുതലുള്ള അത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്തു വരേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കർമ്മകാണ്ഡത്തിൽ പെടുന്നതാണ് അതൊക്കെ. ഉപനയനം കഴിഞ്ഞതായ ഒരു വ്യക്തി അതൊക്കെ ചെയ്യണം. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കാൻ, ആ പ്രാരബ്ധങ്ങളൊന്നും അതിലൊന്നും ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉപനയനാദികളൊന്നും തന്നെ വേണ്ട എന്ന് വെച്ച് ഇറങ്ങി തിരിച്ച ഒരാളാണ്. അതുപോലെ അഭേദ കൃത്യം, ഇനി ഉപനയനാദികളൊന്നും ഇല്ലാതിരിക്കട്ടെ, അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്ന് വെച്ചാൽ തന്നെ ഒരുവന് കർമ്മം ചെയ്യാതിരിക്കാൻ വയ്യ. പക്ഷെ ശ്രീശുക ബ്രഹ്മർഷി എന്ന മഹാത്മാവിന്, ആ പരമഗുരുനാഥന് ഒരു തരത്തിലുള്ള കർമ്മങ്ങളും തന്നെ ബാധിക്കാതെ സഞ്ചരിക്കുന്നവനാണ്. ഈ കർമ്മങ്ങളെയൊക്കെ തന്നെ അതിക്രമിച്ച് സഞ്ചരിക്കുന്നവനാണ് ശ്രീശുകൻ. അദ്ദേഹം ഇപ്പം എന്ത് കർമ്മം ചെയ്താലും ആ കർമ്മങ്ങളൊന്നും തന്നെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ നിൽക്കണം എന്ന് ശ്രീശുക ബ്രഹ്മർഷിക്ക് അറിയാം. അല്ലെങ്കിൽ ആ തലത്തിലേക്ക് എത്തിയിട്ടുള്ള ആളാണ് ശ്രീശുകൻ. അദ്ദേഹത്തിന്റെ ആ നില എന്താണ് എന്ന് മനസ്സിലാക്കാൻ പാകത്തിനുള്ളതിനെ പറയുന്നു അടുത്ത വരിയിൽ. ദ്വൈപായനോ വിരഹകാതരാജുഹാവ. ദ്വൈപായനഃ, വേദവ്യാസ മഹർഷി, അതായത് ശ്രീശുക ബ്രഹ്മർഷിയുടെ അച്ഛൻ, വളരെ വിരഹത്തോടുകൂടി വിളിച്ചതാണ്. എന്ത് വിളിച്ചു? പുത്രേതി, പുത്ര എന്ന് നീട്ടി വിളിച്ചു. തനിക്കുണ്ടായ മകൻ തൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ഈ പറഞ്ഞതുപോലെ സന്യസിച്ച് യാതൊന്നിനോടും ഒരു ബന്ധവുമില്ലാതെ എല്ലാത്തിനെയും വിട്ട് ഉപനയനാദികളൊന്നും ചെയ്യാതെ എല്ലാ കർമ്മങ്ങളെയും അതിക്രമിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ വേദവ്യാസന് പിന്നെ പുത്രവാത്സല്യം ഉള്ളത് കൊണ്ട് പുത്ര എന്ന് പിന്നാലെ വിളിച്ച് നടന്ന് സഞ്ചരിച്ചു അദ്ദേഹം. തന്മയതയാ തരവോഭിനേതുഹു. ആ പുത്ര എന്നുള്ള നീട്ടിയുള്ള ആ വിളി ശ്രീശുക ബ്രഹ്മർഷി കേട്ടില്ലെങ്കിലും അദ്ദേഹം സകല ചരാചരങ്ങളിലും ഇരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ആ തന്മയീഭാവത്തെ ഉൾക്കൊണ്ടതായ വൃക്ഷങ്ങൾ പുത്ര എന്ന് തിരിച്ചു വിളിച്ചു. പ്രതിധ്വനികളാണ് വേദവ്യാസന് മറുപടിയായിട്ട് തിരിച്ചു കിട്ടിയത് മുഴുവൻ. അതിൽ നിന്ന് അദ്ദേഹത്തിന് വലിയൊരു കാര്യം മനസ്സിലായി. സകല ചരാചരങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ തന്നെയാണിത്. അതുകൊണ്ട് ഈ പുത്ര എന്നുള്ള വിളിക്ക് അദ്ദേഹം നിൽക്കുന്ന ഒരാളല്ല എന്ന കാര്യം മനസ്സിലായപ്പോൾ വേദവ്യാസ മഹർഷി തിരിച്ചു വന്നു എന്നാണ് കഥ. അപ്പോൾ ആ വൃക്ഷങ്ങൾ പോലും പ്രതിധ്വനികൾ ഉണ്ടാക്കിയത് ഏതൊരു ശ്രീശുകനെ വേദവ്യാസൻ വിളിച്ചപ്പോഴാണോ ആ ശ്രീശുകൻ എന്ന ഗുരുനാഥനെ നമസ്കരിക്കുന്നു. തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. സർവഭൂതഹൃദയൻ എന്ന് പറയുമ്പോൾ സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായിട്ട് ഇരിക്കുന്ന ആള്, അല്ലെങ്കിൽ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗുരുനാഥനെ, മുനിയായിട്ടുള്ളവനെ. മൗനിയാണ്, മൗനം എന്നതിനെ ദീക്ഷയായിട്ട് സ്വീകരിച്ചവൻ ആരോ അവൻ മുനിയാണ്. ആ ഗുരുനാഥനെ, മുനിയായിട്ടുള്ള ആ ഗുരുനാഥനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. ശ്രീശുക ബ്രഹ്മർഷി മൗനിയാണ്. ആകെ വാചാരനാകുന്നത് ഭാഗവതം പറയുന്നിടത്ത് മാത്രമാണ്. ഭാഗവതത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഭാഗവതത്തെയോ മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ളൂ. മറ്റു വിഷയങ്ങളൊന്നും ശ്രീശുക ബ്രഹ്മർഷിക്ക് പറയാനില്ല. അങ്ങനെയുള്ള ഭാഗവതം എന്നൊരു വിഷയം വിട്ടാൽ ബാക്കി എല്ലാവരോടും എല്ലാത്തിനോടും മൗനിയായിട്ടിരിക്കുന്ന ഗുരുവിനെ ആനതോസ്മി, ഞാനിതാ നമസ്കരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം വീണ്ടും ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ. യഹ്സ്വാനുഭാവം അഖിലശ്രുതിസാരമേകം. പരമജ്ഞാന സ്വരൂപത്തിൽ ഇരിക്കുന്ന ആള്, അല്ലെങ്കിൽ ആത്മാനുഭവത്തിൽ തന്നെ ഇരിക്കുന്ന ആള്.
അഖിലശ്രുതിസാരം, സകല വേദങ്ങളുടെയും സാരമായ ഏകം അദ്വിതീയമായ അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം. സംസാരികളായവര്, സാധാരണക്കാര്, നമ്മളെ പോലെയുള്ളവരെന്ന് വയ്ക്കുക. തമോന്ധം, ഘോരമായ അന്ധകാരത്തിലാണ്. അതിനെ അതിതിതീർഷതാം, തരണം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവര്, ആ സംസാരമാകുന്ന അല്ലെങ്കിൽ ആ ഘോരമായ അന്ധകാരത്തിൽ നിന്ന്, അറിവില്ലായ്മ എന്ന അജ്ഞാനത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കണം എന്ന്, അതിനെ തരണം ചെയ്ത് പുറത്തേക്ക് പരമമായ സത്യത്തെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവര്, സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടി വരിക ഒരു പ്രകാശമാണ്. ഒരു ഇരുട്ട് ഇല്ലാണ്ടാക്കണമെങ്കിൽ അവിടെ വേണ്ടത് ഒരു പ്രകാശമാണ്. ഒരു ചെറിയ ദീപനാളം കിട്ടിയാൽ മതി, എത്ര വലിയ ഇരുട്ടിനെയും ഇല്ലാണ്ടാക്കാം. അങ്ങനെയുള്ള അധ്യാത്മദീപം, ആ അധ്യാത്മദീപം, ആ അധ്യാത്മമാകുന്ന ദീപത്തിനെ, ഭഗവാൻ എന്ന വഴിയിലേക്ക് എത്തിച്ചേരാൻ വഴി കാണിക്കുന്നതായ, ആ മാർഗത്തെ കാണിക്കുന്നതായ പ്രകാശത്തെ കരുണയാ ആഹ പുരാണ ഗുഹ്യം, വളരെ കാരുണ്യത്തോടുകൂടി, സംസാരികളായിട്ടുള്ള ആളുകളോടുള്ള പരമമായ കാരുണ്യത്തോടുകൂടി, പുരാണഗുഹ്യം, ഗുഹ്യമായ പുരാണത്തെ, വളരെ രഹസ്യമായ പുരാണത്തെ പരസ്യപ്പെടുത്തി അതിനെ എല്ലാവർക്കും കിട്ടാൻ പാകത്തിന് ആഹാ പറഞ്ഞു തന്നു. അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളതായ ഗുരുനാഥൻ, വ്യാസപുത്രനായിട്ടുള്ള ഗുരുനാഥനെ തം വ്യാസസൂനും ഉപയാമി, ഗുരും മുനീനാം, മുനികൾക്ക് പോലും ഗുരുവായിട്ടിരിക്കുന്ന ഗുരുനാഥനെ, അതായത് ശ്രീ ശുകബ്രഹ്മർഷി എന്ന മഹാത്മാവിനെ ഇവിടെ ഇതാ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ശുകബ്രഹ്മർഷിയുടെ മുമ്പില്, തന്റെ ഗുരുനാഥന്റെ മുമ്പില് ശരണാഗതി അടയുകയാണ് സൂതപൗരാണികൻ. ഇപ്പോ പറഞ്ഞ ശ്ലോകത്തിലും അതെ, അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ശ്ലോകത്തിലും അതെ, ഈ രണ്ട് ശ്ലോകങ്ങളിലും ശ്രദ്ധിച്ചാൽ കാണാം, തന്റെ ഗുരുനാഥന്റെ പേര് പോലും ഉദ്ധരിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ എൻ്റെ ഗുരു ഇന്ന ആളാണ് എന്ന് വലിയ കേമായിട്ട് പറഞ്ഞു നടക്കുന്ന ഈ കാലഘട്ടത്തിൽ തൻ്റെ ഗുരുനാഥന്റെ പേര് പോലും അവിടെ മെൻഷൻ ചെയ്യാതെയാണ്, എടുത്ത് പറയാതെയാണ്. എന്നാൽ പറയാതെ പറഞ്ഞുകൊണ്ടും ആണ് ഈ ശ്ലോകത്തില് സൂതപൗരാണികൻ ഗുരുനാഥനെ നമസ്കരിക്കുക. ആദ്യത്തെ ശ്ലോകത്തിന്റെ അവസാനം നോക്കുമ്പോൾ സർവഭൂത ഹൃദയം മുനിം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ശ്രീശുകൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലാക്കുക. വ്യാസസൂനും ഉപയാമി, വ്യാസസൂനു, വ്യാസപുത്രൻ എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അവിടെയും ശ്രീശുക ബ്രഹ്മർഷി എന്ന്, അല്ലെങ്കിൽ ശ്രീശുകൻ എന്ന ഗുരുനാഥനെ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗുരുനാഥന്റെ പേര് പോലും പറയാതെ, എന്നാൽ അതേസമയം ഗുരുനാഥന്റെ മുമ്പിൽ പരിപൂർണമായിട്ടുള്ള ശരണാഗതിയാണ് സൂതപൗരാണികൻ ഈ രണ്ട് ശ്ലോകത്തിലൂടെ ചെയ്യുന്നത്. ശ്രീശുക ബ്രഹ്മർഷിക്കായിക്കൊണ്ടുള്ള നമസ്കാരങ്ങളാണ് ഈ രണ്ട് ശ്ലോകങ്ങളിൽ. അടുത്ത ശ്ലോകത്തിലായിട്ട് പറയുന്നു, നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഒരു പുരാണമൊക്കെ പറയാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതായ ഒരു കാര്യത്തെ പറയുകയാണ്. നാരായണം നമസ്കൃത്യ, നാരായണനെ നമസ്കരിച്ചിട്ട്, നരം ജൈവ നരോത്തമം, നരോത്തമനായ നരനെ നമസ്കരിച്ചിട്ട്, ദേവീം സരസ്വതീം, സരസ്വതീ ദേവിയെ നമസ്കരിച്ചിട്ട്, വ്യാസം, വ്യാസനെ, സകല പുരാണങ്ങൾക്കും കർത്താവായിട്ടിരിക്കുന്ന വേദവ്യാസമുനിയെ നമസ്കരിച്ചിട്ട്, തതഃ പിന്നീട് ജയം ഉദീരയേത്, ജയത്തെ പറയണം. ജയം എന്ന് വെച്ചാൽ ശാസ്ത്രം, ഗ്രന്ഥം, ഏത് ഗ്രന്ഥമാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പറയണം. അതായത് അത് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ പറയുകയാണ്. ആദിനാരായണമൂർത്തിയിൽ നിന്നാണ് ഇത് സകലതും ഉണ്ടായി വന്നിട്ടുള്ളത്. ആ ആദിനാരായണമൂർത്തിയെയും, എന്ന് വെച്ചാൽ നാരായണമൂർത്തി ഇവിടെ എല്ലാവർക്കും എല്ലാറ്റിനും ലക്ഷ്യമായിട്ട് ഇരിക്കുന്ന പരമാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. നരം ജൈവ നരോത്തമം എന്ന് പറയുന്നിടത്ത് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന നരോത്തമനായ നരൻ എന്ന് പറയുമ്പോൾ ജീവാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. അടുത്തതായിട്ട് ഇപ്പൊ നമുക്കൊരു നാവുണ്ടെങ്കിൽ എന്തും പറയാം. പക്ഷെ ആ പറയുന്നത് ഭഗവാനെ കുറിച്ച് ആവണമെങ്കിൽ വേണ്ടത് സരസ്വതി കടാക്ഷം തന്നെയാണ്. വാണീദേവിയായിട്ടുള്ള, വാഗ്ദേവതയായിട്ടുള്ള സരസ്വതി ദേവി നാവിന് അലങ്കാരമായിട്ട് വരുമ്പോൾ മാത്രമാണ് വാക്കുകൾ ഭഗവാനെ കുറിച്ചാവുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് ദേവിയും സരസ്വതിയും നമസ്കൃത്യ, സരസ്വതി ദേവിയെ, വാഗ്ദേവിയായ വാഗ്ദേവതയായ സരസ്വതി ദേവിയെ നമസ്കരിക്കുന്നു.
സകല പുരാണങ്ങൾക്കും കർത്താവായിട്ടിരിക്കുന്ന വേദവ്യാസനെ സ്മരിക്കാതെ വയ്യ. അതുകൊണ്ട് വ്യാസം നമസ്കൃത്യ, അതുകൊണ്ട് ആ വേദവ്യാസനെയും നമസ്കരിച്ചിട്ട് വേണം ഒരു ഗ്രന്ഥത്തെ പറയാൻ എന്ന് ഈ ശ്ലോകം ചൊല്ലുന്നതോടു കൂടിയിട്ട് അതിൻ്റെ ഒപ്പം നരനാരായണ മഹർഷിമാരായ ഭഗവാനെയും സരസ്വതി ദേവിയെയും വേദവ്യാസനെയും സ്മരിച്ചിട്ട് വേണം ഈ ശ്ലോകം ചെല്ലാൻ. അതിനുശേഷമാണ് നമ്മൾ പാരായണാദികളിലേക്കൊക്കെ കടക്കുക. ധ്യാന ശ്ലോകങ്ങളെ ഇതോടുകൂടി കഴിഞ്ഞില്ല, 2-3 ശ്ലോകങ്ങളും കൂടിയുണ്ട്. ഇപ്പോൾ ഈ 2-3 ശ്ലോകങ്ങളിലൂടെ ശ്രീ ശുഖബ്രഹ്മർഷി എന്ന ഗുരുനാഥനെ, ആദിനാരായണമൂർത്തിയായിട്ടുള്ള ഭഗവാനെ, നരോത്തമന്മാരിൽ നരനായിട്ടുള്ള നരനാരായണ മഹർഷിമാരെ, സരസ്വതി ദേവിയെ, വേദവ്യാസനെ ഒക്കെയാണ് നമ്മൾ നമസ്കരിച്ചത്, അഥവാ ഈ ശ്ലോകം ചെല്ലുന്നതിലൂടെ നമ്മൾ സ്മരിച്ചത്. ഇനി ധ്യാനത്തിൽ ചെല്ലാനുള്ള 2-3 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. രാധേശ്യാം.